മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇന്ന് ബിഗ് ബോസ് ഇവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു. അതായത് ബിഗ് ബോസ് ഹൗസിൻ്റെ സർവാധികാരിയായി അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായി 2 പേരെ തിരഞ്ഞെടുക്കുന്നതിനുള്ളൊരു ടാസ്ക് ആയിരുന്നു. 2 ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ ടാസ്ക് നടക്കുന്നത്. അതിലെ ആദ്യത്തെ ഘട്ടം നമ്മൾ രാവിലെ കണ്ടതാണ്. അത് കഴിഞ്ഞിരുന്നു. അതിൽ എല്ലാ കണ്ടസ്റ്റൻസും പങ്കെടുത്തിരുന്നു. അതിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്തിരുന്നു. അനുമോൾ, ശൈത്യ, നെവിൻ, ജിസേൽ, അഭിലാഷ്, ഒനിൽ. ഇവർ 6 പേർക്കും വേണ്ടിയുള്ള 2ാം ഘട്ടം ടാസ്ക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 6 പേരും 3 പേരുള്ള 2 ടീമുകളായി തിരിയണം. ടീം എ, ടീം ബി. അങ്ങനെ ടീം എയിൽ നെവിൻ, ഒനിൽ, ജിസേൽ, ടീം ബിയിൽ അഭിലാഷ്, അനുമോൾ, ശൈത്യ. ഇവർ 3 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ബിഗ് ബോസ് ഇവർക്ക് നൽകിയ ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ 7ൻ്റെ പണി. സ്വന്തം ടീമിൽ നിന്നും ഒരാളെ പുറത്താക്കണം എന്നതാണ് ഇവർക്ക് നൽകിയ ടാസ്ക്. അതിനുവേണ്ടി ഇവർക്ക് നൽകിയിരുന്നത് വെറും 5 സെക്കൻഡുകൾ മാത്രമാണ്. 5 സെക്കൻഡുകൾ കൊണ്ട് 3 പേരിൽ നിന്നും ഒരാളെ പുറത്താക്കിയില്ലെങ്കിൽ 5 സെക്കൻഡുകൾക്ക് ശേഷം ബാക്കി കണ്ടസ്റ്റൻസിന്, അതായത് ഇവർ 6 പേരുമല്ലാത്ത ബാക്കി കണ്ടസ്റ്റൻസുകളായിരിക്കും ഈ ടീമിൽ നിന്നും ആരെ പുറത്താക്കണമെന്ന് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായും 5 സെക്കൻഡുകൾ കൊണ്ട് ഇവർക്ക് ഒരാളെ തീരുമാനിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ബാക്കി ഹൗസ് മേറ്റ്സുകളായിരുന്നു ആരെ പുറത്താക്കണമെന്ന് തീരുമാനിച്ചത്. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ടീം എയിൽ നിന്നും ഒനിയലിനെയും ടീം ബിയിൽ നിന്നും അനുമോളെയുമാണ് മറ്റു കണ്ടസ്റ്റൻസുകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത്. അനുമോളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് അനുമോൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അതിനുവേണ്ടിയുള്ള റീസൺ അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്ന റീസൺ, ആദ്യത്തെ ടാസ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിന് ആൻസർ നൽകിയത് ശരിയായ രീതിക്കല്ല എന്നാണ്. എന്തായാലും അനുമോൾ പൊട്ടിക്കരയുന്നുണ്ട്. കാരണം 2ാം ഘട്ടത്തിൽ ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ 6 പേർക്കും അവരുടെ സ്വന്തം ഫോട്ടോകൾ നൽകിയിരുന്നു. ഒരു ടീമിൽ നിന്നും ഒഴിവാക്കുന്ന ആ വ്യക്തിയുടെ ഫോട്ടോ ആ ടീമിനെ തന്നെ മറ്റു 2 പേരും കൂടി ചേർത്ത് കത്തിക്കുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഫോട്ടോ കത്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അനുമോള് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ ആര്യൻ ചിരിക്കുന്നുണ്ട്. അതിന് ആര്യനോടും ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്കൊന്നും ഒരു മനുഷ്യത്വമില്ല, ചിരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അനുമോളെ പുറത്താക്കണമെന്ന്. ഇതൊരു ടാസ്ക്കാണ്. ബിഗ് ബോസ് ആണ് നിങ്ങളുടെ ഫോട്ടോ കത്തിക്കാൻ പറഞ്ഞത്, അല്ലാതെ ഞങ്ങളല്ല. അതുമല്ല, ഒരു ഫോട്ടോ അല്ലേ, ടാസ്കിനെ ടാസ്ക്കായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനുമോള് നല്ല ദേഷ്യത്തിലാണ്. പക്ഷേ ഈ ഒരു ഫോട്ടോ കത്തിക്കുന്നതിന് എന്തിനാണ് അനുമോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നോ അല്ലെങ്കിൽ കരയുന്നതെന്നോ മനസ്സിലാവുന്നില്ല. കാരണം മുടി മുണ്ടലം ചെയ്യുന്ന ഒരു ടാസ്ക് വന്നപ്പോൾ ജിസേലിന് മുടി മുണ്ടലം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ വളരെ ധൈര്യത്തിൽ ഒരു ടാസ്ക് ആണെങ്കിൽ മുടി മുണ്ടലം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുൻപിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അനുമോൾ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇതും ഒരു ടാസ്ക്കായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പുറത്താകുന്ന വ്യക്തിയുടെ ഫോട്ടോ കത്തിക്കണമെന്ന് ബിഗ് ബോസ് നൽകിയ ടാസ്ക്കാണ്. മറ്റൊരാളുടെ ടാസ്കിൽ ധൈര്യം കാണിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ട് സ്വന്തം ടാസ്ക് വന്നപ്പോൾ ഇങ്ങനെ കരയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശൈത്യ. ശൈത്യ തന്നെ പറയുന്നുണ്ട്, ഫോട്ടോയല്ലേ കത്തിച്ചത്, നമ്മളെ ഒന്നും അല്ലല്ലോ എന്ന്. എനിക്ക് തോന്നുന്നു അനുമോൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അനുമോളെ ആ ടീമിൽ നിന്നും പുറത്താക്കുമെന്ന്. കാരണം അനുമോൾ അഭിലാഷിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇവരെയൊക്കെ ഒന്ന് കാണണം, ഒന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ, ഇവരോടൊക്കെ എനിക്ക് 2 വർത്താനം പറയാനുണ്ട് എന്ന്. എന്തായാലും ഇപ്പോൾ ടാസ്ക് കഴിഞ്ഞ് ഫൈനലായിട്ട് 6 പേരിൽ നിന്നും 4 പേരെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നെവിൻ, ജിസേൽ, അഭിലാഷ്, ശൈത്യ. ഇവർ 4 പേരുമായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിൽ സ്വേച്ഛാധിപതിയാകാൻ വേണ്ടി മത്സരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.